ഹായ്. ഞാൻ ഇപ്പോൾ ഈ ഇടയ്ക്ക് എൻ്റെ US-ലുള്ള വളരെ സ്പിരിച്വലായിട്ടുള്ള ഒരു ഫ്രണ്ട് പറയുകയുണ്ടായി, എന്തെങ്കിലും വിസ പ്രശ്നം വന്ന് തിരിച്ച് നാട്ടിൽ വരാൻ ഇഷ്ടമല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ എല്ലാവരും നമ്മളെ സ്പിരിച്വൽ പ്രാക്ടീസസിനെ, നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കാരും കൂട്ടുകാരും എല്ലാം നമ്മളെ ആത്മീയ യാത്രയെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുകയും അതിനെ ഇങ്ങനെ വിമർശിച്ച് നമ്മളത് വെച്ച് ജഡ്ജ് ചെയ്ത് നമ്മളുടെ മനസ്സിൻ്റെ എല്ലാ സന്തോഷവും കെടുത്തുന്ന രീതിയാണ് നാട്ടിൽ. അതുകൊണ്ട് നാട്ടിൽ വരാൻ ഇഷ്ടമല്ല. അമേരിക്കയിലാവുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സെക്ലൂഡഡ് ലൈഫാണല്ലോ. നമുക്ക് നമ്മളുടെ ആത്മീയ ജീവിതവും നമ്മളുടെ കുടുംബവുമായിട്ട് അങ്ങനെ സെക്ലൂഡഡായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് പറയുകയുണ്ടായി. ഞാനിത് കേട്ടപ്പോഴേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഇടയ്ക്കൊരു നോളജ് വായിക്കുകയുണ്ടായി. ആത്മാക്കൾ, അതായത് ഹ്യൂമൻ ബർത്ത് എടുത്ത് വരുന്ന സോൾസ് 3 കാറ്റഗറീസ് ഉണ്ട് പോലും. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് വളരെ യങ് ആയിട്ടുള്ള, ചെറുപ്പമായിട്ടുള്ള സോൾസാണ്. അപ്പോൾ അവർ ഉടനടിയായിരിക്കും ഒരു ഹ്യൂമൻ ലൈഫ് ടൈം അവർക്ക് കിട്ടിയത്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ ഹൈലി മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കും അവർക്ക് മെറ്റീരിയൽ കാര്യങ്ങളുടെ പിറകെ ഉള്ള ഒരു നെട്ടോട്ടമായിരിക്കും അവരുടെ ജീവിതം. അതിലായിരിക്കും അവർക്ക് സന്തോഷം. അതിൻ്റെ താഴോട്ടും അവർക്ക് താല്പര്യമില്ല, അതിൻ്റെ മുകളിലോട്ടും അവർക്ക് താല്പര്യം കാണത്തില്ല. ആത്മീയ കാര്യങ്ങളിലേ താല്പര്യം കാണത്തില്ല. അവർക്കതിൻ്റെ ആവശ്യവുമില്ല. അവരുടെ പേർപ്പസ്, സോൾ പേർപ്പസ് എന്ന് പറയുന്നത് വന്ന് അടിച്ച് പൊളിച്ച് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് സന്തോഷമായിട്ട് ജീവിച്ചിട്ട് തിരിച്ചു പോകുക എന്നുള്ള ഒരു പേർപ്പസായിട്ടായിരിക്കും അവർ വരുന്നത്. അതിൽ കുറേ ദുഃഖങ്ങളും ഒക്കെ കാണും. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് മീഡിയം ഏജ്ഡ് സോൾസ്. അവർ കുറേയൊക്കെ ഹ്യൂമൻ ബേർത്ത്സ് എടുക്കുകയും കുറച്ചൊക്കെ ലൈഫ് ലെസൺസ് പഠിച്ച് ഒന്ന് ആത്മീയതയെ തൊട്ടില്ല അങ്ങനെ നിൽക്കുന്ന കാറ്റഗറിയാണ് മീഡിയം. അവർക്ക് ദൈവവിശ്വാസവും കാര്യങ്ങളൊക്കെ കാണും, അത്യാവശ്യം കാര്യം കാണാനുള്ള ഭക്തി കാണും, പിന്നെ കുറച്ച് ഒരു സ്പിരിച്വൽ പ്രാക്ടീസസ് കാണും. പക്ഷെ അതൊരിക്കലും ഒരു പ്രയോറിറ്റി ആയിരിക്കത്തില്ല, ജീവിതത്തിൽ അതൊരു പ്രയോറിറ്റി ആയിരിക്കത്തില്ല അവരുടെ. മൂന്നാമത്തെ കാറ്റഗറിയാണ് ഏൻഷ്യൻറ്റ് ഓൾഡ് സോൾസ്. ഇവരെന്ന് പറഞ്ഞാൽ പല ജന്മങ്ങൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടുകയും ഈ പറയുന്ന പ്ലഷേഴ്സ്, സന്തോഷങ്ങളെല്ലാം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാം അനുഭവിക്കുകയും ഇതിലെല്ലാത്തിനും അനുഭവിച്ചിട്ട് ഇതിൽ ഒരു കാര്യവുമില്ല, ഇതൊന്നുമല്ല എനിക്ക് പൂർണ്ണത തരുന്നത് എന്ന് റിയലൈസ് ചെയ്യുന്ന ഓൾഡായിട്ടുള്ള ഏൻഷ്യൻറ്റ് സോൾസ് എന്ന് പറയും. അവർക്ക് ഈ ബർത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്കും അവർക്ക് പിന്നെ ഈ മെറ്റീരിയലിസ്റ്റിക് ലൈഫിനോട് അതിലൊരു ചേസ് ചെയ്ത് അതിനെ പിടിച്ച് ഇഷ്ടമുള്ളതെല്ലാം കീഴടക്കി അങ്ങനത്തെ ഒരു നേച്ചർ ആയിരിക്കത്തില്ല അവർക്ക്. അവർ മെറ്റീരിയലിസ്റ്റിക്കലി വളരെ നോർമലായിട്ട് തന്നെ ജീവിക്കുമെങ്കിലും അവരുടെ ഉള്ളിൽ ആത്മീയമായിട്ട് ഇനിയും ആഴത്തിൽ സഞ്ചരിക്കുക, ഇനിയും അറിവ് നേടുക, ഭഗവാനുമായി കൂടുതൽ അടുക്കുക എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സായിരിക്കും അവർക്ക്. ഇങ്ങനത്തെ 3 കാറ്റഗറീസിലുള്ള ആത്മാക്കളുടെ ഇടയിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ താഴോട്ടുള്ളവർക്കെന്ന് പറഞ്ഞാൽ വേറൊരു ഹയർ പേഴ്സ്പെക്റ്റീവ് അവർക്ക് കാണാനേ സാധിക്കത്തില്ല. അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല, അവർക്കത് കാണാൻ പറ്റത്തില്ല, മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ളവരെ നമ്മളുടെ ആ ഒരു അനുഭവത്തെ, അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്തവരുടെ ജഡ്ജ്മെൻറ്റിനും വിമർശനങ്ങൾക്കും, അറിയാതെ പറഞ്ഞു പോകുന്ന വിമർശനങ്ങൾക്കും, കാര്യം എന്താണെന്ന് ആഴത്തിൽ മനസ്സിലാക്കാതെ വിമർശിക്കുന്നത് നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമുണ്ടോ? ഒരാവശ്യവുമില്ല. കാര്യം നമ്മളുടെ സത്യം വേറെ, നമ്മളുടെ റിയാലിറ്റി വേറെ, അവരുടെ റിയാലിറ്റി വേറെ. അവർക്ക് ജീവിതത്തിൽ വേണ്ട ആവശ്യങ്ങൾ വേറെ, നമ്മൾക്ക് വേണ്ട ആവശ്യങ്ങൾ വേറെ. ആത്മീയമായിട്ടുള്ള ഒരു പാത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ലോകത്തെ എല്ലാവരും, മെജോറിറ്റി ആൾക്കാരും മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ഒരു ഔട്ട്വേർഡ് ജേണിക്ക് പോകുമ്പോൾ നമ്മൾ ഒരു ഇൻവേർഡ് ജേണിയിലായിരിക്കും പോകുന്നത്. സോ അതിൽ കുറച്ച് ചാലഞ്ചസൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണ എല്ലാവരും പോകുന്ന ഒരു പാത്തായിരിക്കത്തില്ല. അപ്പോൾ ഇവൻ മാത്രം എന്ത് ഇങ്ങനെ നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യം എന്തായാലും വരും. ജയ ഗുരുദേവ്.